നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിരിജ രാംദാസ്. എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റ് കരിനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്ന ആചാരം മന്ത്രകോടിയെക്കുറിച്ചുള്ളതാണ്. അതായത് വിവാഹം പല രീതിയിലുണ്ടെങ്കിലും മന്ത്രകോടി കൊടുത്ത് വിവാഹം കഴിക്കുന്നതിനെയാണ് പുടവ കൊടുക്കുക എന്ന് പറയുന്നത്. വിവാഹങ്ങൾ 8 തരത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനെയാണത്രേ അഷ്ടമംഗല്യം എന്ന് പറയുന്നത്. ഈ വിവാഹത്തിന് കൊടുക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ പുടവ വെറും ഒരു വസ്ത്രമാണെങ്കിലും ഇത് പുടവയായി കൊടുക്കുന്നതോടുകൂടി ആ വസ്ത്രത്തിന് പവിത്രതയും പരിശുദ്ധിയും കൈവരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് വാങ്ങുന്ന സ്ത്രീകൾ അത് ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പുടവ ലഭിക്കുന്നതോടെ പുരുഷൻ സ്ത്രീയുടെ രക്ഷകനാവും എന്നും ഒരു വിശ്വാസം സ്ത്രീകൾക്കുണ്ടാവുന്നു. അപ്പോൾ ഈ മന്ത്രകോടി എത്രമാത്രം പവിത്രമാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ എളിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നന്ദി, നമസ്കാരം. എനിക്ക് സന്തോഷം. താങ്ക് യു.